എന്തായാലും വലിയ സമരം തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തുടർ സമരങ്ങളാണ് ഈ പാർട്ടികളെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു തുടക്കമാണ് ഫലത്തിൽ ഇന്നിവിടെ നടക്കുന്നത് എന്നതാണ് എടുത്തു പറയാനുള്ളത്. തീർച്ചയായും ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഇപ്പോൾ BJPയുടെ പ്രതിഷേധം മെഡിക്കൽ കോളേജിന്റെ OP ബ്ലോക്കിന് മുന്നിലായി തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ BJP നേതാവ് ലിജിൻ ലാൽ സംസാരിക്കുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ആണ് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിക്കൊണ്ട് ഈ മെഡിക്കൽ കോളേജിന്റെ ബിൽഡിംഗ് ഇടിഞ്ഞു ഒഴിവാക്കാമായിരുന്ന ഒരു മരണമാണ്. വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ജനരോഷം ആളിക്കത്തുകയാണ്. രാഷ്ട്രീയ പാർട്ടികളും യുവജന സംഘടനകളും എല്ലാം പ്രതിഷേധ രംഗത്തുണ്ട്. വലിയ പ്രതിഷേധം സംസ്ഥാനത്തൊട്ടുക്ക് നടക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ചയാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആരോഗ്യമന്ത്രിയുടെ വസതിക്ക് മുൻപിലായി വലിയ പ്രതിഷേധം നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം ബാരിക്കേഡിന് മുകളിൽ കയറി നിൽക്കുന്ന നമുക്ക് കാണാം. പിന്തുണയോടിയ പ്രവർത്തകരിലും വലിയൊരു വിഭാഗം ആളുകൾ വീണ്ടും ബാരിക്കേഡിന് മുന്നിലേക്ക് വന്ന് കൂട്ടത്തോടെ തള്ളുന്ന നമുക്ക് കാണാം. ബാക്കിലോട്ട് വേണം ക്യാമറ നീടാ.
കാണാം. പിന്തുണയോടിയ പ്രവർത്തകരിലും വലിയൊരു വിഭാഗം ആളുകൾ വീണ്ടും ബാരിക്കേഡിന് മുന്നിലേക്ക് വന്ന് കൂട്ടത്തോടെ തള്ളുന്നത് നമുക്ക് കാണാം. വലിയ പ്രതിഷേധം തുടരുകയാണ്. ആരോഗ്യവകുപ്പിന്റെ കെടുകാര്യസ്ഥതയിൽ ആരോഗ്യമന്ത്രിയുടെ നിരുത്തരവാദപരമായ പരാമർശത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ പ്രതിഷേധം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. തലസ്ഥാനത്ത് വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. വി അരുൺ ചേരുന്നുണ്ട്. BJPയുടെ വലിയ പ്രതിഷേധം നടക്കുന്നത് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മുന്നിലാണ്. അരുൺ, ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം തുടരുകയാണ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ. BJPയുടെ പ്രതിഷേധം ഇപ്പോൾ ഇല്ല. ഏതാണ്ട് അരമണിക്കൂർ മുമ്പ് BJPയുടെ പ്രതിഷേധം അവസാനിച്ചിരുന്നു. അതിനുശേഷം RYF ഇവിടേക്ക് ശവമഞ്ചവുമേന്തി ഒരു പ്രതീകാത്മക പ്രതിഷേധം നടത്തി. അവരുടെ മാർച്ചിന് നേരെയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ ഇവിടെ സമരങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. സമാധാനപരമാണ് ആരോഗ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ മുൻവശം. പക്ഷേ പോലീസ് ഇപ്പോഴും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ മാറ്റിയിട്ടില്ല. പോലീസ് കാവൽ മന്ത്രിയുടെ വസതിക്കുണ്ട്. അല്പസമയത്തിനകം ആരോഗ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ ഓഫീസിൽ നിന്ന് ഔദ്യോഗിക വസതിയിലേക്ക് എത്തുമെന്നതിന്റെ സൂചനകളുണ്ട്. അവർ അല്പസമയത്തിനകം അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. വലിയ പ്രതിഷേധമാണ് എല്ലായിടത്തും ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടാകുന്നത്. തിരുവനന്തപുരത്ത് ഇന്നലെ ആരംഭിച്ച പ്രതിഷേധമാണ്. കോട്ടയത്ത് സംഭവം നടന്ന ഉടൻ തന്നെ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ തുടങ്ങിയിരുന്നു. ഇന്നലെ ഇവിടെ യുവമോർച്ചയും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി. ഇന്ന് BJPയുടെ അതിശക്തമായ പ്രതിഷേധമാണ്. ഏതാണ്ട് 1 മണിക്കൂറിലേറെ നീണ്ട പ്രതിഷേധം. പലതവണ സമരക്കാർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. അതിനുശേഷവും പ്രവർത്തകർ പിന്തിരിയാതെ ഏതാണ്ട് 1.5 മണിക്കൂറിലേറെ ഇവിടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെ